നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠങ്ങൾ ഓരോന്നായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് അടുത്ത പാഠം നോക്കിയാലോ. പാഠത്തിൻ്റെ പേരാണ് മീഠാ സന്തര. സന്തര നമുക്കെല്ലാവർക്കും അറിയാം, ഓറഞ്ച്. മീഠാ സന്തര, മധുരമുള്ള ഓറഞ്ച്. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. സംസ്മരൺ. ഇതെഴുതിയത് യായാവർ. നമുക്ക് പാഠം നോക്കിയാലോ. मैं जब भी शिलोंग में बिताए दिनों को याद करता हूँ तो मुझे बूढ़ी कांग याद आती है. ഞാൻ ഷില്ലോങ്ങിൽ താമസിച്ച ദിവസങ്ങളെപ്പറ്റി ഓർമ്മിക്കുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ വൃദ്ധയായ കച്ചവടക്കാരിയെ ഓർമ്മ വരും. വഹാ മേം മൽക്കി ഹിൽസ് മേ രഹതാ ഥാ. അവിടെ ഞാൻ മൽക്കി ഹിൽസിലാണ് താമസിച്ചിരുന്നത്. വഹ ഹമാരെ ഘർ കെ പാസ് ഹി छोटी सी गुमटी में बैठी മൗസമി ഫൽ ബേസ്തി थी. അവൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഛോട്ടി സി ഗുംട്ടി മേ, ചെറിയ പെട്ടിക്കടയിൽ, ഗുംട്ടി പെട്ടിക്കട, പെട്ടിക്കടയിലിരുന്ന് മൗസമി ഫൽ, അതാത് സീസണിൽ ലഭിക്കുന്ന പഴങ്ങൾ വിൽക്കുമായിരുന്നു. സന്തരെ, കേലെ, പ്ലം, പൈനാപ്പിൾ, വ ഉബലെ ശക്കർക്കന്ത്, ബിസ്കുറ്റ്, ചോക്ലേറ്റ് വ പെപ്പർമിൻറ്റ്. ഓറഞ്ച്, കേലെ വാഴപ്പഴം, പ്ലം പൈനാപ്പിൾ, ഉബലെ ശക്കർക്കന്ത് പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പെപ്പർമിൻറ്റ്. ഇതൊക്കെയായിരുന്നു അവരുടെ കടയിലുണ്ടായിരുന്നത്. സ്കൂളി ബച്ചെ ഉസ്കെ നിയമിത് ഗ്രാഹക് ഥെ. സ്കൂൾ കുട്ടികൾ അവളുടെ സ്ഥിരം കസ്റ്റമേഴ്സായിരുന്നു. ഗ്രാഹക്, കസ്റ്റമർ, ഉപഭോക്താവ്. मैं भी उधर से जाते आते उस दुकान से कुछ न कुछ खरीदता. ഞാനും അവിടെ കൂടി വരികയും പോവുകയും ചെയ്യുമ്പോൾ കടയിൽ നിന്നും എന്തെങ്കിലും വാങ്ങുമായിരുന്നു. തോടി ഗപ്ശപ്പ് ഭി കർത്ത. വെറുതെ സംസാരിക്കുമായിരുന്നു. ഗപ്ശപ്പ് കർണ, വെറുതെ സൊറ പറയുക, സംസാരിക്കുമായിരുന്നു. കഭി കഭി ഉസ്കെ സാത്ത് ഉസ്കി പോത്തി ഭി ബൈഠി ഹോത്തി. ചിലപ്പോഴൊക്കെ അവളോടൊപ്പം അവളുടെ പോത്തി, ചെറുമകൾ കൂടി ഇരിക്കുമായിരുന്നു. ഏക് ദിൻ मैं घर लौटते समय उधर से गुजरा तो उससे गपशप करने के लिए ठहर गया. ഒരു ദിവസം വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഞാൻ അതിൽ കൂടി കടന്നു പോയപ്പോൾ, ഗുസർന കടന്നു പോവുക, ഉസ്സെ ഗപ്ശപ്പ് കർണേ കെ ലിയെ ठहर गया, അവളോട് സൊറ പറയാനായിട്ട് അല്ലെങ്കിൽ വെറുതെ വർത്തമാനം പറയാനായിട്ട് അവിടെ നിന്നു. മേനെ ഉസ്സെ പൂച്ച സന്തര മീഠാ ഹേ. ഞാൻ അവളോട് ചോദിച്ചു, ഓറഞ്ചിന് മധുരമുണ്ടോ? ഉസ്നെ കഹ ഹാ ബഹുത് മീഠാ. അവൾ പറഞ്ഞു, ഉണ്ട്, വളരെ മധുരമുണ്ട്. മഗർ ജബ് മേനെ വഹി സവാൽ ദുഹരായ തോ വഹു ബോലി. എന്നാൽ ഞാൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ, ദുഹരാന ആവർത്തിക്കുക, അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ പറഞ്ഞു, മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗാ. മധുരമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മധുരമില്ലാതിരിക്കുമോ? കിത്നി ചീനി ഡാലി. എത്ര പഞ്ചസാര ഇട്ടു? മേനെ പൂച്ച. ഞാൻ ചോദിച്ചു. വഹ് സമജ് ഗയി കി മേ മസാക് കർ രഹാ ഥാ. അവൾക്ക് മനസ്സിലായി ഞാൻ തമാശ പറയുകയാണെന്ന്. മസാക് കർണ, തമാശ പറയുക. ബോലി ഏക്ക് പവ്വ. അപ്പോൾ അവൾ പറഞ്ഞു, കാൽ ഭാഗം. മേനെ കഹ ഏക്ക് പാവ് ചീനി മേ തോ സ്യാദാ മീഠാ നഹി ഹോഗ. അപ്പോൾ ഞാൻ പറഞ്ഞു, കാൽ ഭാഗം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മധുരം ഉണ്ടാവില്ല. വഹ് ഹംസ്തേ ഹുയെ ദോ ഉംഗലിയാ ദിഖാക്കർ ബോലി. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് 2 വിരൽ കാണിച്ചിട്ട് പറഞ്ഞു, ദോ പവ്വ, 2 കാൽഭാഗം ഇട്ടു. ഹാ തബ് തോ സരൂർ മീഠാ ഹോഗ. അതെ, അപ്പോൾ തീർച്ചയായും മധുരമുണ്ടാകും. മേനെ ഉസ്സെ കുച്ച് സന്തരെ ഖരീദെ അവർ ഘർ ചലാ ഗയാ. ഞാൻ അവളുടെ കയ്യിൽ നിന്നും കുറച്ച് ഓറഞ്ചുകൾ വാങ്ങിച്ചു, എന്നിട്ട് വീട്ടിലേക്ക് പോയി. കുച്ച് സമയ ബാദ് മേനെ ഷില്ലോങ് ചോട് ദിയ. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഷില്ലോങ് വിട്ടു. ഔർ ഫിർ ബർസോം സെ മേരാ ഉധർ ജാന നഹി ഹുവ.
പിന്നീട് വർഷങ്ങളോളം എനിക്ക് അവിടെ പോകേണ്ടി വന്നില്ല. ലഗ്ഭഗ് 20 സാൽ ബാദ് മേ ഫിർ ഷില്ലോങ് ഗയ. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഷില്ലോങ്ങിൽ പോയി. ലഗ്ഭഗ് ഏകദേശം. മുझे ഉസ് ബൂഠി കാങ്ക കി യാദായി. എനിക്ക് ആ വയസ്സായ കച്ചവടക്കാരിയെ ഓർമ്മ വന്നു. ഉസ്സെ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച. അവളെ കാണാനായി ഞാൻ വീണ്ടും മൽക്കി ഹിൽസിൽ എത്തിച്ചേർന്നു. ഉസി ജഗഹ് ജഹാം വഹ് ഛോട്ടി സി ഗുംട്ടി മേ ബൈഠി ഹുയി ഫൽ ബേച്തി ഥി. മുൻപ് എവിടെയാണോ അവൾ ഇരുന്ന് പഴങ്ങൾ വിറ്റിരുന്നത് അവിടെ പോയി. ദുകാൻ തോ വഹി ഥി. കട അത് തന്നെയായിരുന്നു. മഗർ വഹ് വൃദ്ധ കഹി നസറ നഹിയായി. എന്നാൽ ആ വൃദ്ധയെ കണ്ടതേയില്ല. വഹാം ഏക് യുവതി ബൈഠി ഥി. അവിടെ ഒരു യുവതിയായിരുന്നു ഇരുന്നത്. ഉസ്കെ പാസ് ഹി ഉസ്കി ഛോട്ടി സി ലഡ്കി ഭി ബൈഠി ഥി. അവളുടെ അടുത്ത് തന്നെ അവളുടെ ചെറിയ മകളും ഉണ്ടായിരുന്നു. ദുകാൻ വൈസി ഹി ഥി ജൈസി വഹാബ് സെ 20 സാൽ പഹലെ ഹുവാ കർത്തി ഥി. കട 20 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. മേനെ ഉസ് കാങ്ക് സെ ഉസ് ബൂഠി മഹിള കെ ബാരെ മേ പൂച്ച. ഞാൻ ആ കച്ചവടക്കാരിയോട് ആ വയസ്സായ സ്ത്രീയെ പറ്റി ചോദിച്ചു. പതാ ചല വഹ് ഉസ്കി നാനി ഥി ജോ അബ് നഹി രഹി. അപ്പോൾ മനസ്സിലായി അത് അവളുടെ അമ്മുമ്മയായിരുന്നു. അവൾ മരിച്ചുപോയി. കുച്ച് സമയ് ഗപ്ശപ് കർ ചലത്തെ സമയ് സന്തരാ ലേനെ കെ ഖയാൽ സെ ഹമേശ കി തരഹ് ഉസ്സെ പൂച്ച. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം ഓറഞ്ച് വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, മീഠാ ഹേ, മധുരമുണ്ടോ? വഹു ബോലി. അപ്പോൾ അവൾ പറഞ്ഞു, ബഹുത് മീഠാ ഹേ, നല്ല മധുരമുണ്ട്. മഗർ ജബ് മേനെ വഹി പ്രശ്ന ദുഹരായ തോ വഹ് തോടാ നാരാസ് ഹോക്കർ ബോലി. പക്ഷേ ഞാൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൾ അല്പം ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗ. മധുരമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മധുരമില്ലാതിരിക്കുമോ? മേനെ ബർസോ പുരാന സവാൽ ഫിർ ഉച്ചാല. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ചോദിച്ച പഴയ ചോദ്യം വീണ്ടും എടുത്തിട്ടു. കിത്നി ചീനി ഡാലി, എത്ര പഞ്ചസാര ഇട്ടു? വഹു മുസ്കുരാക്കർ ബോലി ഏക് പൗവ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാൽ ഭാഗം. മേനെ കഹ ഇത്തനെ മേ തോ മീഠാ നഹി ഹോഗ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്രയും കൊണ്ട് മധുരമുണ്ടാകില്ല. വഹ് ഹൻസ്നെ ലഗി. അവൾ ചിരിക്കാൻ തുടങ്ങി. ഫിർ ദോ ഉംഗലിയാ ദിഖാക്കർ ബോലി ദോ പൗവ. പിന്നീട് 2 വിരലുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, 2 കാൽ ഭാഗം. സുൻകർ മുझे भी ഹൻസി ആ ഗയി. ഇത് കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു. തബ് തോ ജരൂർ മീഠാ ഹോഗ. അപ്പോൾ തീർച്ചയായും മധുരമുണ്ടാകും. മേനെ സന്തരെ ലിയെ അവർ പൈസെ ഉസ്കി തരഫ് ബെഠാ ദിയെ. ഞാൻ ഓറഞ്ച് വാങ്ങി അവളുടെ നേരെ പൈസ നീട്ടി. മഗർ ഉസ്നെ പൈസ ലേനെ സെ ഇൻകാർ കർ ദിയ. എന്നാൽ അവൾ പൈസ വാങ്ങിയില്ല. ഷായദ് ഉസ്നെ മുझे പഹചാൻ ലിയാ ഥാ. ഒരുപക്ഷെ അവൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. മേനെ ഭി ഉസ് പരി ജൈസി നന്നി സി ലഡ്കി കോ പഹചാൻ ലിയാ ഥാ जो अपनी नानी के साथ बैठी होती थी. मैंने भी उस परी जैसी नन्ही सी. ഞാനും ആ അപ്സരസിനെ പോലെ, പരി അപ്സരസ് ഏഞ്ചൽ, അപ്സരസിനെ പോലെ ചെറിയ കുട്ടിയെ പഹചാൻ ലിയ ഥ തിരിച്ചറിഞ്ഞിരുന്നു. ജോ അപ്നി നാനി കെ പാസ് ബൈഠി ഹോത്തി ഥി. പണ്ട് തൻ്റെ അമ്മൂമ്മയോടൊപ്പം ഓറഞ്ച് വിൽക്കാൻ ഇരുന്നിരുന്ന ആ പെൺകുട്ടിയെ ഞാൻ തിരിച്ചറിഞ്ഞു. കൂട്ടുകാരെ, ഒരു രസകരമായ കഥയാണിത് അല്ലേ? 20 വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഒരു കച്ചവടക്കാരിയെ വീണ്ടും കാണാൻ പോവുകയും ആ കച്ചവടക്കാരിയുടെ ചെറുമകൾ ഇദ്ദേഹത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നു. കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.